ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശൻ വീട്ടിൽ വരികയാണ്. മുത്തശ്ശൻ വീട്ടിൽ വരുമ്പോൾ ആദർശ് കയറി വരുന്നു കേട്ടോ. അങ്ങനെ നയനയെ കണ്ട സത്യമൊന്നും മുത്തശ്ശൻ ആദർശിനോട് പറയില്ല. അങ്ങനെ ആദർശിനോട് പറയാണ്, അതെ നിന്റെ അമ്മക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് മോനെ, കുഴപ്പമൊന്നുമില്ല. എന്നാൽ നിന്റെ അമ്മക്ക് ആ ലിവർ കൊടുത്ത ആ ഒരു പേഷ്യൻ്റ് ഇല്ലേ, ആ ഒരു കുട്ടിയില്ലേ, അവളെ എനിക്കൊന്ന് കാണണം. അത് കേൾക്കുന്ന ആദർശ് ഒന്ന് പരുങ്ങുന്നു കേട്ടോ. എന്നാൽ ഈ സമയം എന്ത് ചെയ്യണമെന്നറിയാതെ ആദർശ് നിൽക്കുമ്പോൾ ഉടൻ തന്നെ മുത്തശ്ശി പറയും, എന്താ മോനെ ഞാൻ പറയുന്നത് നീ കേട്ടില്ല എന്നുണ്ടോ? സത്യത്തിൽ ആ കുട്ടിയുടെ പേരെന്താ, അതൊന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് എന്ത് പറയണമെന്നറിയാതെ, ഈശ്വര പെട്ടല്ലോ, ഇവിടെ താൻ എന്ത് പറയും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ, അത് പിന്നെ മുത്തശ്ശ അതാണ് ഇവിടെ അത്ഭുതം, നമ്മുടെ നയനയുടെ പേര് തന്നെ. ആഹാ, വെറുതെ അല്ല, മഹാലക്ഷ്മി തന്നെ. നയന മഹാലക്ഷ്മിയാണല്ലോ. അവളുടെ പ്രവൃത്തിയും അവളുടെ പേര് പോലെ തന്നെയാണ്. ദേവയാനിക്ക് ആ ലിവർ കൊടുത്ത പെൺകുട്ടിയുടെയും പേര് അതായത് കൊണ്ടാണ് ദേവയാനി ഇത്ര പെട്ടെന്ന് അസുഖത്തിൽ നിന്ന് മാറിയത്. എന്തായാലും അത് പറയാൻ വാക്കുകളില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആദർശ് എന്ത് പറയണമെന്നറിയാതെ വീണ്ടും പരുങ്ങുമ്പോൾ, അല്ല മോനെ എനിക്ക് ആ പെൺകുട്ടിയെ എന്ന് കാണാൻ പറ്റും? അത് കേട്ട ഉടനെ അതാ മുത്തശ്ശ, ആ കുട്ടിക്ക് ആരെയും കാണാൻ താല്പര്യമില്ല. ആരാണ് ലിവർ തന്നെ എന്നുള്ള ആ സത്യം പുറത്ത് പറയാൻ പോലും അവൾ താല്പര്യപ്പെടുന്നില്ല. അത് കേൾക്കുന്ന മുത്തശ്ശി പറയണേ, ഇത് വലിയ അത്ഭുതം തന്നെയാണല്ലോ. ആരെയും ഒന്നും അറിയിക്കാതെ ഇത്രയും വലിയൊരു ത്യാഗം ഇത്രയും ചെറു പ്രായത്തിൽ ഒരു പെൺകുട്ടി ചെയ്യുക എന്ന് പറയുന്നത് അത് പറയാൻ വാക്കുകളില്ല. ഇത് കേൾക്കുന്ന ആദർശ് പറയണേ, ശരിയാണ് മുത്തശ്ശ, അങ്ങനെ ഒരു പെണ്ണാണ് ഈ പറയുന്ന നയന. നമ്മുടെ നയനയെ പോലെ തന്നെ. എന്തായാലും എല്ലാം കൊണ്ടും നമ്മുടെ നയനയുടെ സ്വഭാവമുള്ള ആ പെൺകുട്ടിയെ അങ്ങനെ അങ്ങ് കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എന്നാൽ അവൾക്ക് ഭർത്താവുണ്ടോ, കല്യാണം കഴിഞ്ഞതാണോ? അത് കേട്ട ആദർശ് പെട്ടെന്ന് ഒരൊറ്റയടിക്ക് മറുപടി, കല്യാണം കഴിഞ്ഞതാണ്. അപ്പോൾ അവളുടെ ഭർത്താവിൻ്റെ പേര് ആദർശ് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെയും ഉത്തരം മുട്ടിയിട്ടോ. ഈ സമയം ഞാൻ എന്തിനാ ഇപ്പോൾ കല്യാണം കഴിഞ്ഞു എന്നുള്ള സത്യം പറയാൻ നിന്നത്? എന്തായാലും അബദ്ധത്തിലാണെങ്കിലും പറഞ്ഞു പോയില്ലേ. അല്ല മുത്തശ്ശ, ആദർശൊന്നല്ല പേര്. ഇത് കേൾക്കുന്ന മുത്തശ്ശൻ പറയണ, അല്ല നിന്റെ പ്രായമാണോ അയാൾക്ക്? അതൊന്നും എനിക്കറിയില്ല, അതൊന്നും ഞാൻ കണ്ടിട്ടുമില്ല. എന്തായാലും അവളെ എനിക്ക് കാണണം. നമ്മുടെ നയനമോള് കല്യാണൻ്റെ അടുത്തൊന്നും ഇല്ല കേട്ടോ, ഞാൻ അന്വേഷിച്ചു കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയണേ. എന്നാൽ ഇന്ന് തന്നെ മോനെ നമുക്ക് ആ കുട്ടിക്ക് വലിയൊരു പാരിതോഷികം തന്നെ കൊടുക്കണം. അതിപ്പോൾ ആരും അറിയണമെന്നില്ല. ഇരു ചെവി അറിയാതെ ഞാൻ ആ കാര്യം ചെയ്തോളാം. ഈ അനന്തപുരി തറവാടിന് ഒരു പ്രത്യേകതയുണ്ട്. എന്ത് നല്ല കാര്യം ആര് ചെയ്തു തന്നാലും അവരെ വെറും കൈയോടെ വിടുന്ന സ്വഭാവം ഈ അനന്തപുരിയിലെ മൂർത്തിക്കില്ല എന്ന് നിനക്കറിയുന്നതല്ല ആദർശേ. അതറിയാം മുത്തശ്ശ. എന്നാൽ ഞാൻ പറയുന്നു, നമുക്ക് ആ പെൺകുട്ടിയെ കാണണം. എന്തായാലും അവരെ കണ്ടേ പറ്റുള്ളൂ. എന്നാൽ വേണ്ട, കുട്ടിക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ അവരുടെ വീട്ടുകാരുണ്ടല്ലോ, ഈ പറയുന്ന പെൺകുട്ടിക്ക് ഒരു ഭർത്താവ് ഉണ്ടല്ലോ, അവരെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് ആകെ പെട്ടുട്ടോ. വീണ്ടും താൻ പിടിക്കപ്പെടുമോ എന്ന അവസ്ഥയിലായിരിക്കുന്നു. ഇതേസമയം അതെങ്ങനെ മുത്തശ്ശി ശരിയാവും? അതൊന്നും ശരിയാവില്ല, അതൊന്നും നീ പറഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് എന്തായാലും ഒന്നെങ്കിൽ ആ കുട്ടിയുടെ ഭർത്താവ്, അതല്ലെങ്കിൽ ആ കുട്ടി, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ ആരെങ്കിലും കണ്ട് എനിക്ക് എന്തെങ്കിലും പാരിതോഷികം കൊടുക്കണം. കാരണം മൂർത്തീസ് ജ്വല്ലറിയുടെ രണ്ട് ജ്വല്ലറി അവൾക്ക് കൊടുക്കണം. അത് പോരാ, അവളുടെ ഭർത്താവിനും ഒരു ജോലി കൊടുക്കണം അവിടെ. പിന്നീട് ആ കുട്ടി അസുഖത്തിൽ നിന്ന് റിക്കവറായി വന്ന അവൾക്കൊരു ജോലി കൊടുക്കും. കുടുംബത്തെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന സഹായം മുഴുവൻ ചെയ്യണം. കാരണം ആരും ചെയ്യാത്ത ത്യാഗമാണ് ഇത്രയും ചെറുപ്രായത്തിൽ ആ കുട്ടി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുടുംബം മെച്ചപ്പെടട്ടെ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അല്ല ഈ നയന എന്ന് പറയുന്ന ഈ പെൺകുട്ടി, നയന എന്താ വെച്ചാൽ, അല്ല അവൾക്ക് വേറെ ആരുമില്ലേ? ഉണ്ട്, ഒരു ജ്യേഷ്ഠത്തി ഒരു അനിയത്തിയുണ്ട്. അപ്പോൾ ഈ പറയുന്നത് നിന്റെ ഭാര്യ തന്നെയാണോ? ഇത് കേൾക്കുന്ന ആദർശം ഒന്ന് ഞെട്ടിയിട്ടോ. ഈശ്വര, ഇതെന്താ അച്ഛന് മുത്തശ്ശിനെല്ലാം അറിഞ്ഞതുപോലെയുള്ള ഒരു സംസാരം എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ മുത്തശ്ശി പറയണം, മതി ആദർശേ, കള്ളങ്ങളിലൂടെ മുകളിലൂടെ കള്ളം പറയാൻ അത് പിടിച്ചു നിൽക്കാനും വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് എൻ്റെ കൊച്ചുമോൻ എന്ന് മുത്തശ്ശൻ പറയുന്നു കേട്ടോ. എൻ്റെ കൊച്ചുമോനെ അതിനൊന്നും കഴിയില്ല. എൻ്റെ കൊച്ചുമോൻ കള്ളം പറയണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടണം. അതുകൊണ്ട് തന്നെ ഇനിയുള്ളത് തുറന്ന് പറഞ്ഞു നോക്ക്. ഞങ്ങൾ നയനയെ കണ്ടിട്ടാണ് വരുന്നത്. നയനയെ കണ്ടു, സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു. ആ മഹാലക്ഷ്മി ദേവയാനിയെ സഹായിച്ചത് ഇന്നും ദേവയാനി തള്ളിപ്പറയുന്ന ആ ഒരു ആള് നയനയാണെന്ന് ദേവയാനി നാളെ തിരിച്ചറിയുമ്പോൾ അവൾക്ക് കണ്ണീര് കൊണ്ടുപോലും ഉത്തരം പറയാൻ കഴിയില്ല എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ ആദർശ്, അച്ഛാ മുത്തശ്ശ ഇതാരും അറിയരുത് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല ഞങ്ങളായി പറയില്ല. എന്തായാലും ഞങ്ങൾക്ക് നയന മോളെ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്ന് അവൾക്ക് ഞാൻ എല്ലാവർക്കും മുന്നിൽ വലിയൊരു പാരിതോഷികം തന്നെ കൊടുക്കുമെന്ന് പറയട്ടോ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നയന വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് വരുമ്പോൾ എല്ലാവരും നയനയെ ഇങ്ങനെ നോക്കണം, ഇവളെവിടെയായിരുന്നു ഇത്രയും നാളെന്നൊക്കെ പറഞ്ഞ് നോക്കണം. അപ്പോഴേക്കൊക്കെ ദേവയാനി മറിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് റിവ്യൂ പിന്നീട് പറയാം. അങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ തീരുമാനമെടുക്കണം, നമ്മുടെ നയനമോള് വന്നിട്ടുണ്ട്. സ്വന്തം ശരീരം, സ്വന്തം ജീവൻ, സ്വന്തം അച്ഛനമ്മമാരെ പോലും നോക്കാതെ, സ്വന്തം ഭർത്താവിനെ പോലും നോക്കാതെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ഇത്രയും വലിയ ത്യാഗം ചെയ്ത നമ്മുടെ നയനമോൾക്ക് ഇനി ഒന്നുമില്ലാത്തവളാണെന്നും വെറും ചെറ്റക്കുടിലാണെന്നും അങ്ങനെയുള്ള വാക്കുകൾ
ഒരിക്കലും പറയാൻ പാടില്ല. അതുകൊണ്ട് അവൾക്ക് വലിയൊരു പാരിതോഷികം തന്നെ കൊടുക്കണമെന്ന തീരുമാനം മുത്തശ്ശൻ എടുക്കുമ്പോൾ ഇതേ സമയം മുത്തശ്ശി പറയണം, അത് ഞാൻ നിങ്ങളോട് പറയാനിരിക്കുകയായിരുന്നു. അങ്ങനെ മുത്തശ്ശൻ ആ തീരുമാനമായി മുന്നോട്ട് വരികയാണ്. ഇതേ സമയം മുത്തശ്ശി പറയും, ഈ വീട്ടിലെ എല്ലാവരോടും അറിഞ്ഞു പറയുന്നതല്ലേ നല്ലത്. അത് തീർച്ചയായും നീ പറയുന്നത് ശരി തന്നെ. ഞാൻ ഈ വീട് കൂട്ടുകുടുംബമല്ലേ, അതുകൊണ്ട് തന്നെ കൂട്ടുകുടുംബം കൊണ്ടുപോകുമ്പോൾ കൂട്ടുകുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇക്കാര്യം അറിയണമെന്ന് പറയട്ടോ. അങ്ങനെ ആദർശിനെയും നയനെയും ദേവയാനെയും എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ്. ജാനകിയും ജനജയൊക്കെ എത്തുകയാണ് കേട്ടോ. ഇതേസമയം ജാനകി ചോദിക്കും, എന്താച്ചാ വിളിച്ചത്? അപ്പം അനാമിക അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. ഈ സമയം അതെ, ഞാനൊരു കാര്യം പറയാനാണ് ഇവിടെ വിളിച്ചത്. ഇവിടെ എന്തുകൊണ്ടും ഈ വീട്ടിലെ ഏറ്റവും വലിയൊരു സ്ഥാനം ഈ പറയുന്ന എൻ്റെ നയനമോൾക്കാണുള്ളത്. ഈ വീട്ടിലെ മരുമകൾ, അവൾ ചെയ്ത ഈ പുണ്യപ്രവൃത്തി നിങ്ങൾ അറിഞ്ഞില്ലേ എന്നിങ്ങനെ പറയാണ്. ഇവിടെ ദേവയാനിയെ ഇന്ന് ജീവിതത്തിലോട്ട് കൊണ്ടുവന്നത് ഈ നിൽക്കുന്ന എൻ്റെ നയനമോളാണ്. അതുകൊണ്ട് ഈ വീട് ആദർശിൻ്റെ പേരിലാണ് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചതെന്ന് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പക്ഷെ അത് പോരാ, നയന ഇനി ജ്വല്ലറിയിൽ വർക്ക് ചെയ്യണം. നയന ഈ വീട്ടിലെ വേലക്കാരിയായി നിൽക്കേണ്ടവളല്ല, അവൾ നല്ലൊരു പൊസിഷനിൽ എത്തേണ്ടവളാണ്. അതുകൊണ്ട് തന്നെ അവൾ ഇനി ഇവിടെ 2 ജ്വല്ലറി അവളുടെ പേരിൽ എഴുതി വെക്കട്ടെ. അതിനാര് തന്നെ എതിർപ്പ് പറഞ്ഞാലും എന്ത് തന്നെ പറഞ്ഞാലും ഞാനത് ചെയ്യുമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി അനാമിക അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. അനാമിക അങ്ങ് ഞെട്ടി, എന്താ മുത്തശ്ശി ഈ പറയുന്നത്? അപ്പം ഞങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോഴേക്കും ജാനകി അവിടെ കയറി ഇടപെടേട്ടാ. അച്ഛാ, ഈ പറയുന്നത് ശരിയാണ്, അച്ഛൻ ഈ ചെയ്യുന്നത് ശരിയാണ്. ഇവളുടെ പേരിലൊക്കെ എന്തിനാ സ്വത്തുക്കൾ എഴുതുന്നത്? ഇവള് അതിന് മാത്രം എന്ന് പറയുമ്പോൾ, ദേ ജാനകി, നീ ഇവിടെ വായടക്കുക. ഞാൻ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ മുറക്ക് തന്നെ നടക്കും. ഇവിടെ എന്തുകൊണ്ടും എന്ത് പ്രവൃത്തി കൊണ്ടും എന്തെല്ലാം കൊണ്ടും ഇവിടെ നല്ലൊരു മരുമകൾ എന്നും നല്ലൊരു മകൾ എന്നും നല്ലൊരു കുടുംബിനി എന്നും എന്നൊക്കെ പറയാൻ പറ്റുക ആ പേര് നയനക്കാണ്, നിങ്ങൾക്ക് ആർക്കുമില്ല. അത് കേൾക്കുന്ന ജലജ പറയണേ, ഇത്രയും കാലം എൻ്റെ മകനായ അബിക്കൊന്നും കൊടുത്തില്ലല്ലോ, പിന്നെ ഇവൾക്ക് എന്തിനപ്പം ഇത്ര വല്ലാതെ കൊടുക്കേണ്ട ആവശ്യം? എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ഞാൻ കൊടുക്കില്ലെന്ന് കൂട്ടിക്കോ. ഈ വീട്ടിലെ ആര് എന്ത് ആപത്തിൽ വന്നാലും നയനയുടെ കരങ്ങൾ അവിടെ എത്തി അവരെ രക്ഷപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഇവളുടെ കയ്യിലിരിക്കട്ടെ 2 ജ്വല്ലറി എന്ന് പറയട്ടോ. ഇത് കേട്ടിട്ട് ജാനകിക്കും ജലജയ്ക്കും എതിർക്കാനും കഴിയുന്നില്ല. ഇതേ സമയം ജാനകി പറയുന്നുണ്ട്, അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇവിടെ ഞങ്ങളുടെ ഭർത്താക്കന്മാരായ അവരുടെ പേരിൽ പോലും ഇങ്ങനെ ഒരു സ്വത്ത് എഴുതി വെക്കലില്ലല്ലോ. ഇവളുടെ പേരിലാണല്ലോ എല്ലാം കൊടുക്കുന്ന, ആദർശിൻ്റെ പേരിൽ എൻ്റെ മകൻ അബിക്കും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ്. എനിക്ക് എൻ്റെ പൂർവികന്മാർക്കായി കിട്ടിയ സ്വത്തും ഞാൻ സമ്പാദിച്ച സ്വത്തും ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, നിങ്ങളല്ല എന്ന് പറയുമ്പോൾ മിണ്ടാനാവാതെ അങ്ങ് പോകുമ്പോൾ അനാമിക തൻ്റെ ഫോണും എടുത്ത് തൻ്റെ അച്ഛനമ്മമാർക്ക് വിളിക്കണം കേട്ടോ. എന്നിട്ട്, അമ്മേ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താടി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ? അതല്ല അമ്മേ, ഇവിടെ അമളി പറ്റിയിരിക്കുന്നത് ഞമ്മക്കാണ്, അടി കിട്ടിയിരിക്കുന്നത് ഞമ്മക്കാണ്. എന്ത് പറ്റി മോളെ? എന്താ പറ, നിന്റെ അച്ഛനോട് പറയണോ എന്ന് പറയുമ്പോൾ, അച്ഛനോട് പറയണേ അമ്മേ, ആ നയനയുടെ പേരിൽ ഈ വരുന്ന ദിവസങ്ങളിൽ ഇനി അവൾക്ക് മൂർത്തി ജ്വല്ലറിയുടെ 2 ജ്വല്ലറി അവളുടെ പേരിൽ എഴുതാന്നോ അങ്ങനെ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നു ആ കിളവൻ എന്ന് പറയുമ്പോൾ, അത് കേട്ടു നിൽക്കാൻ ഒരിക്കലും ഇവിടെ രേവതിക്ക് കഴിയില്ലെങ്കിലും രേവതി തൻ്റെ മകളെ സമാധാനിപ്പിക്കുകയാണ്, നീ വിട്ടേക്ക്, അതുമേ നീ പിടിച്ച് തൂങ്ങണ്ട, കാരണം എന്ത് ചെയ്താൽ തിരിച്ചടിക്കുന്നത് നമുക്കാണ്. അതുകൊണ്ട് തന്നെ അവൾക്കത് കൊടുത്തോട്ടെ എന്ന് പറയുമ്പോൾ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, അത് എന്നെ കൊണ്ട് താങ്ങില്ല, അമ്മ അച്ഛനോട് പറഞ്ഞ് ഇതിലൊന്ന് ഇടപെട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു കേട്ടോ.